വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സർക്കാർ മെഡിക്കൽ കോളേജ് ഡോക്ടർമാർ രണ്ടാം ഘട്ട സമരത്തിലേക്ക്. KGM-CTA ചൊവ്വാഴ്ച OP ബഹിഷ്കരിക്കും. എന്നാൽ അടിയന്തര ചികിത്സകൾക്ക് മുടക്കമുണ്ടാകില്ല. സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് ഡോക്ടർമാർ പ്രതിഷേധം തുടരുന്നത്. ശമ്പളത്തിലെ അപാകതകൾ പരിഹരിക്കുക, PSC നിയമനങ്ങൾ ഊർജിതപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധം. സനിസ ശോഭാചന്ദ്രൻ വിവരങ്ങൾ നൽകും. സനിസ, രണ്ടാം ഘട്ട സമരത്തിലേക്ക് സർക്കാർ മെഡിക്കൽ കോളേജ് ഡോക്ടർമാർ കടക്കുകയാണ്. എങ്ങനെയാണ് അവരുടെ അടുത്ത ഘട്ട സമരം? എന്തൊക്കെയാണ് അവർ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ? ദിവ്യ, KGM-CTA ജൂലൈ 1 മുതൽ പ്രതിഷേധത്തിലാണ്. എന്നാൽ ഇതുവരെയും പരിഹാര നടപടികളൊന്നും സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു റിലേ അടിസ്ഥാനത്തിൽ സംസ്ഥാന വ്യാപകമായി മെഡിക്കൽ കോളേജ് ഡോക്ടർമാർ OP ബഹിഷ്കരിക്കുന്ന ഒരു സമരഘട്ടത്തിലേക്ക് ഇവർ കടക്കുന്നത്. കഴിഞ്ഞ 20-ന് ഇത്തരത്തിൽ OP ബഹിഷ്കരണത്തിന് ശേഷവും ഒരു പ്രശ്ന പരിഹാരത്തിനോ ചർച്ചയ്ക്കോ സർക്കാർ മുതിർന്നില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ചൊവ്വാഴ്ച OP ബഹിഷ്കരിക്കാൻ വേണ്ടി തുനിയുന്നത്. ഇത്തരത്തിൽ അടിയന്തര ചികിത്സകൾക്ക് ഒന്നും മുടക്കമുണ്ടാവില്ല. പ്രസവം, അതുപോലെ ICU സംബന്ധമായിട്ടുള്ള ചികിത്സകളൊന്നും മുടങ്ങില്ലെന്നാണ് KGM-CTA അറിയിക്കുന്നത്. ഇത്തരത്തിൽ ഈ ഔദ്യോഗിക യോഗങ്ങൾ ബഹിഷ്കരിക്കുന്നതും അതോടൊപ്പം ഈ കത്തുകൾക്ക് മറുപടി നൽകുന്നതും ഒക്കെ അതേപടി തന്നെ തുടരും. അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിലെ ശമ്പളത്തിലെ അപാകതകൾ ഉടൻ പരിഹരിക്കുക, PSC നിയമനങ്ങൾ ഊർജിതപ്പെടുത്തുക, ശമ്പള പരിഷ്കരണ കുടിശ്ശിക, ഒരുപാട് നാളത്തെ ശമ്പളം ഇവർക്ക് കുടിശ്ശികയായിട്ട് കിടക്കുന്നുണ്ട്, അതിലൊരു പരിഹാരം കാണുക, പെട്ടെന്നുള്ള താൽക്കാലിക സ്ഥലംമാറ്റങ്ങൾ ഒഴിവാക്കുക, സ്ഥിരം നിയമനങ്ങൾ നടത്തുക, ഈ രോഗികളുടെ എണ്ണത്തിന് ആനുപാതികമായി തസ്തികളുടെ എണ്ണം വർദ്ധിപ്പിക്കുക, മെഡിക്കൽ കോളേജുകളുടെ അടിസ്ഥാന സൗകര്യ വികസനം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഇവർ കുറെ നാളുകളായിട്ട് ഇത്തരത്തിൽ പ്രതിഷേധങ്ങളൊക്കെ സംഘടിപ്പിച്ചു തുടങ്ങുന്നത്. എന്നാൽ ഇത് സർക്കാർ ഒരു ചർച്ചയ്ക്കോ അല്ലെങ്കിൽ ഒരു നടപടിയോ ഒന്നും എടുക്കാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. കൂടാതെ തന്നെ ഇവരുടെ പെൻഷൻ കാര്യത്തിലും വലിയൊരു പ്രതിസന്ധി നിലനിൽക്കുന്നുണ്ട്. ഇവർ റിട്ടയർഡ് ആവുകയാണെങ്കിൽ അടുത്ത ദിവസം തന്നെ ഇവർക്ക് ലഭിക്കേണ്ട പെൻഷൻ 1 ലക്ഷത്തിൽ കൂടുതലാണ്. എന്നാൽ ഇവർ റിട്ടയർഡ് ആയ അവർ സ്റ്റേറ്റിന്റെ കീഴിലേക്ക് വരികയും ആ ഒരു 80,000 എന്ന രീതിയിലേക്ക് ഇവരുടെ പെൻഷനിൽ മാറ്റം ഉണ്ടാവുകയും ചെയ്യുന്നു. ഇത്തരം ഒരുപാട് പ്രതിസന്ധികൾ, ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് KGM-CTA ഇത്തരത്തിൽ റിലേ അടിസ്ഥാനത്തിൽ പ്രതിഷേധവുമായി കടക്കുന്നത്. ഇനിയും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ചർച്ചയ്ക്കോ അല്ലെങ്കിൽ ഇവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുകയോ ചെയ്തില്ലെങ്കിൽ തുടർന്നും സമരം ശക്തിപ്പെടുത്താൻ തന്നെയാണ് ഇവരുടെ തീരുമാനം. ദിവ്യ.